നിലയിലെത്തണം അല്ലേ, അവരെ കഷ്ടപ്പാടില്ലാതെ വളർത്തണം. നിങ്ങളൊക്കെ മനസ്സിലായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തി നല്ലൊരു നിലയിലെത്തിക്കണം. എന്റെയും ആഗ്രഹം അതാണ്. പക്ഷേ അതിനൊക്കെ ഏറ്റവും വേണ്ടത് സ്നേഹമുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മളത് കൊടുത്താലേ തിരിച്ചതിങ്ങോട് കിട്ടുള്ളൂ, വേണ്ടേ? അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ കെട്ടിനോട് പറയാ, മീൻസ് ഭാര്യനോട് പറയാ, ഭാര്യയെ പണിയൊക്കെ അവിടെ നിർത്തിക്കോ, ഒരു അരമണിക്കൂർ മക്കളെ പിടിച്ചിട്ട് അടുത്തിരിക്കുക, സംസാരിക്കുക, വിശേഷങ്ങൾ പറയാ, നാട്ടിലെ വിശേഷങ്ങൾ പറയാ. പണ്ട് നമ്മുടെ വീട്ടിൽ പറയാതെ, അന്ന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും പണ്ടൊരു കോലായിപ്പുറം ഉണ്ടായിരുന്നു ഇല്ലേ? ആ കോലായിപ്പുറത്ത് ഏത് മതക്കാരായിക്കോട്ടെ, സന്ധ്യാനാമം കഴിച്ച ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇല്ലേ? എന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും. അതുകൊണ്ട് തന്നെ അതൊരു വീടായിരുന്നു. ഇന്ന് വൈകിട്ട് എല്ലാവർക്കും ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടുകളുണ്ട്, എല്ലാവർക്കും ഓരോ റൂമുണ്ട്, മക്കൾക്ക് ഓരോ റൂമുണ്ട്, നമുക്കൊക്കെ ഓരോ റൂമുണ്ട്. നമ്മളെല്ലാം അവിടെ എല്ലാവരുടെയും കയ്യിൽ പെട്ടി പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ഫോൺ അല്ലേ? ഒരു ഐൻസ്റ്റീൻ എന്ന സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു തലമുറ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിന് അഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ തലമുറ തന്നെ നശിച്ചു പോകുന്നു. നിങ്ങളിങ്ങനെ നമ്മളെ ജീവിതത്തിലോട്ട് വരിക. നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ എല്ലാവരും ലഹരി എന്ന് പറയും. ലഹരി എന്ന് പറഞ്ഞാൽ വെറും കള്ളും ഇത് മാത്രമല്ല. നമുക്ക് എല്ലാവർക്കും ഈ ലഹരി ഉണ്ടോ? ഉണ്ട്, ചുറ്റുമുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഇല്ലേ? അപ്പോ കണക്കുകൾ സൂചിപ്പിക്കുന്നു, അതായത് സൈബർ കണക്കുകൾ പറയുന്നു, ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ 18 വയസ്സ് കഴിഞ്ഞാലാണ് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ റൂമിനുള്ളിൽ കൊണ്ടുപോകാനുള്ള അവകാശം കൊടുക്കേണ്ടത് ഇല്ലേ? മാഡത്തിനോട് ദേഷ്യം വരുന്നുണ്ടാവും. അല്ല, പ്രത്യേകിച്ച് ഒന്നുമല്ല. കാരണം 18 വയസ്സാണ് ഒരു മനുഷ്യന് ഒരു പക്വത എത്തുന്ന പ്രായം. അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസും വോട്ടവകാശമൊക്കെ 18 ആക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതുവരെയെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം. 18 വയസ്സ് വരെ ഫോൺ കൊടുത്തോ, പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ മക്കളെടുത്ത് പറയുക. അവർക്ക് സ്വന്തമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഐഡിയോ നിങ്ങൾ കൊടുക്കേണ്ട പ്രായം 18 ആണ്. നിങ്ങളൊരു ഫേസ്ബുക്ക് ഐഡി രണ്ടുപേരും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റില്ല. 12 വയസ്സ് വരെ നിങ്ങൾ ഇതൊന്നും കൊടുക്കുകയേ ചെയ്യരുത്. ഇനി 12 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കുമ്പോൾ കൂടെ ഇരിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാം. നമുക്ക് അടുക്കളയിൽ പണി ഉണ്ടെങ്കിലാണ് നമ്മൾ ഫോൺ കൊടുക്കുക. ശരിയല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പറയൂ.